അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിനെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഖുർആനിക വചനമാണ് വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅത്കും ബയ്യിനത്തും മിൻ റബ്ബിക്കും ഫഔഫുൽ കൈല വൽ മീസാന വലാ തബ്ഖസുൻ നാസ അശ്യാഅഹും വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. മദിയനുകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ, ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ അളവിലും തൂക്കത്തിലും അത് തികച്ചും നൽകണം. ജനങ്ങളുടെ സാധനങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും അവിടെ നാശമുണ്ടാക്കരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. ഏകദൈവാരാധനയാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഈ വചനത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചത്. നിങ്ങൾ അള്ളാഹുവിനെ, ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ആ വിശ്വാസത്തിൻ്റെ ദൃഢത തൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ഈ ഒരു വചനത്തിലൂടെ അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, അഥവാ അത് തികച്ചു കൊടുക്കണം എന്നുള്ളത് വിൽക്കുന്നവരോടുള്ള നിർദ്ദേശമാണ്. അവിടെ വാങ്ങിക്കുന്നവന്റെ അവകാശം സംരക്ഷിക്കപ്പെടാനാണ് ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ജനങ്ങളുടെ സാധനങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണരുത് എന്നത് വാങ്ങിക്കുന്നവരോടുള്ള നിർദ്ദേശമാണ്. അതായത് തനിക്ക് ആവശ്യമെങ്കിൽ ഒരു സാധനം അത് മാന്യമായ വില നൽകി വാങ്ങുക. തനിക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടി ഒരിക്കലും സാധനത്തെ മോശപ്പെടുത്തി പറയരുത്. ഇവിടെ വിൽപ്പനക്കാരൻ്റെ അവകാശം സംരക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ മേഖലകളിലും നന്മയും നീതിയും കാത്തു സൂക്ഷിക്കണം. സുന്ദരമായ ഈ ലോകത്തെ വികലമായ വിശ്വാസങ്ങൾ കൊണ്ടും ജീർണമായ പ്രവർത്തനങ്ങൾ കൊണ്ടും അധർമ്മം കൊണ്ടും അനീതി കൊണ്ടൊന്നും മലിനമാക്കരുത് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷവും നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. അഥവാ ഭൂമിയും ഇവിടെയുള്ള ആവാസ വ്യവസ്ഥയും അധർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും നശിപ്പിക്കരുത് എന്നർത്ഥം. കാരണം ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുൻപേ ഈ ഭൂമി ഇവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞത്. ഏകദൈവത്തിന് സമർപ്പിച്ച ഒരു മുസ്ലിമിന്റെ വിശ്വാസം കേവലം ഹൃദയങ്ങളിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് കർമ്മങ്ങളിലൂടെ ആ വിശ്വാസം പ്രതിഫലിക്കണമെന്നർത്ഥം. അഥവാ ഹൃദയം കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് പറയലും ശരീരം കൊണ്ട് പ്രവർത്തിക്കലും എല്ലാം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസരംഗങ്ങളിലും കർമ്മ മേഖലകളിലുമെല്ലാം അത് മനുഷ്യനെ ജീർണതകളിൽ നിന്നും നന്മയിലേക്ക് വഴി നടത്തുന്നു. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.